അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി. മറ്റന്നാൾ കേസ് വീണ്ടും പരിഗണിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തെ കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തു. പദവി മാനിച്ച് ജാമ്യം നൽകിയാൽ അത് തുല്യതയ്ക്ക് വിരുദ്ധമാകുമെന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചു. അന്വേഷണം നീണ്ടുപോകുന്നതിൽ ഇഡിക്കെതിരെ ശക്തമായ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ., കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഇന്നത്തെ സിറ്റിംഗിൽ ഇടക്കാല ജാമ്യം കെജ്രിവാളിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ആ തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാദങ്ങളൊക്കെ പൂർത്തിയായത്. പക്ഷേ ഇന്ന് വീണ്ടും അത് നീട്ടിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഇഡിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഇന്ന് കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുന്നിൽ ഇന്ന് രാവിലെ മുതൽ സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന രീതിയിൽ കോടതി പരിഗണിച്ചത് ഈ കേസിൽ PMLA ആക്ട് അനുസരിച്ച് 19 അനുസരിച്ച് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചാണോ അറസ്റ്റ് എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമായി സംഭരിച്ചിരിക്കേണ്ട തെളിവുകളുടെ അടക്കമുള്ള കാര്യങ്ങൾ അത് യുക്തിസഹജമാണോ എന്ന് വിലയിരുത്തേണ്ട അദ്ദേഹത്തിൻ്റെ വിവേചന ബുദ്ധി അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി വിവിധ കക്ഷികൾ ജാമ്യ ആവശ്യങ്ങളുമായി തങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ സ്ഥിരമായി ED പറയുന്ന ന്യായം തെളിവുകൾ ശേഖരിച്ചു വരികയാണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പുതിയ തെളിവ് ഇതുവരെ ഹാജരാക്കിയ ചില വാദങ്ങളല്ലാതെ തെളിവുകൾ എന്ന വിധത്തിൽ ഹാജരാക്കാനുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇതിന് ED നൽകിയ മറുപടികളിൽ ഒരു സപ്തനക്ഷത്ര ഹോട്ടലിൽ ഗോവയിൽ താമസിച്ചുകൊണ്ട് കെജ്രിവാൾ 100 കോടി രൂപ ഹവാല ഇടപാടുകൾ നടത്താനായിട്ട് നേതൃത്വം നൽകി, അത് സംബന്ധിച്ച മൊഴിയുണ്ട് എന്നുള്ളതായിരുന്നു. ഈ മൊഴികൾ മാത്രം കൊണ്ട് കാര്യം നടക്കുമോ അഥവാ തെളിവുകൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി പിന്നീട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കേസ് നീണ്ടുപോവുകയാണ് എന്ന തോന്നലാണ് തങ്ങൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ കേസ് നീണ്ടു പോകുന്ന സാഹചര്യമുണ്ടായാൽ ഇതിൻ്റെ ഭാഗമായ പ്രതികൾക്ക് ജാമ്യം നൽകുക എന്നുള്ളത് സാധാരണ അവരർഹിക്കുന്ന നീതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കേണ്ടി വരും. കെജ്രിവാളിന് ഒരു ഇടക്കാല ജാമ്യം പരിഗണിക്കാൻ തങ്ങൾ നിർബന്ധിതരാവുകയാണ് എന്ന് സുപ്രീം കോടതി സൂചിപ്പിച്ചു. അതിന് യുക്തമാകുന്ന ചില വ്യവസ്ഥകളും സുപ്രീം കോടതി പറഞ്ഞു. അതിൽ കെജ്രിവാൾ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രി എന്ന വിധത്തിൽ ഉള്ള ഫയലുകൾ നോക്കാനോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാനോ തയ്യാറാകരുത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് ആ കാലയളവിൽ നടത്തുകയും ചെയ്യാം എന്ന വിധത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതിൽ അർണാബ് ഗോസ്വാമിയുടെ കേസിൽ ഇപ്പോഴും അദ്ദേഹം നൽകിയിരിക്കുന്ന അപ്പീലിൽ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പകരം അത് പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇടക്കാല ജാമ്യമാണ് നൽകിയിരിക്കുന്നത്. ആ വിധത്തിൽ തങ്ങൾക്ക് പ്രത്യേക അധികാരം ഉപയോഗിച്ച് ജാമ്യം നൽകാവുന്നതേ ഉള്ളൂ എന്ന് കോടതി പറഞ്ഞു. ആ ഘട്ടത്തിലാണ് സോളിസിറ്റർ ജനറൽ കോടതിയിലെത്തുകയും ഇത് തുല്യതയ്ക്ക് എതിരായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായി മാറും. രാഷ്ട്രീയക്കാരനെന്ന പരിഗണന ഇവിടെ അരവിന്ദ് കെജ്രിവാളിന് നൽകിയാൽ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ പരിഹാസ്യമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. അതുകൊണ്ട് കോടതി ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദങ്ങളെ പരിഗണിക്കുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ അടക്കമുള്ളവ വിശദമായിട്ട് പരിശോധിക്കാൻ തയ്യാറാകണം എന്നതടക്കമുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതേ തുടർന്ന് ഇന്ന് ഏതെങ്കിലും ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കടക്കാതെ കേസ് ഡയറി അടക്കം ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് EDയോട് നിർദ്ദേശിച്ചുകൊണ്ട് വ്യാഴാഴ്ചത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്ന് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതി ഒരുപക്ഷെ ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കടന്നേക്കും. ശരി, മദ്യനയ അഴിമതി കേസിൽ തൽക്കാലം ഇടക്കാല ഉത്തരവില്ല. അരവിന്ദ് കെജ്രിവാളിന് വ്യാഴാഴ്ച വീണ്ടും ഹർജി കോടതി പരിഗണിക്കും.